ഈ വീട് വിട്ട് മറ്റെവിടെ പോയാലും കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ അർച്ചന പെടഞ്ഞു മരിക്കും. ഗൗരിമോളും നിങ്ങളും ഈ കുടുംബമാ ഇപ്പൊ അവളുടെ പ്രാണൻ. ഞാൻ പറഞ്ഞതാ സത്യം ഗോകുൽ. അല്ലാതെ എനിക്കിതിൽ ഒരു പ്രത്യേക താല്പര്യവുമില്ല, ഒരു രഹസ്യ അജണ്ടയേ ഇല്ല. ഗോകുൽ ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കണം. ഇനിയും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഗോകുലിന് തോന്നുന്നുണ്ടെങ്കിൽ മാപ്പ്. അർച്ചന എന്നും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവണമെന്നാ ഇപ്പൊ എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ, അത് ഗോകുലിനേക്കാളേറെ ഗൗരിമോളെ ഓർത്തിട്ടാ. കാരണം അവളെ കാണുമ്പോ ഞാൻ ഓർക്കാറുള്ളത് എന്റെ ചിപ്പിമോളുടെ മുഖമാ. സ്നേഹം നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അത് താങ്ങാൻ പറ്റില്ല. പിന്നെ കേസിന്റെ കാര്യം, നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ. ഒരു പ്രത്യേക ആനുകൂല്യവും ഗോകുൽ എനിക്ക് വേണ്ടി ചെയ്തു തരണ്ട. ആരുടെയും ദയയും ദാക്ഷിണ്യവും കൊണ്ട് അവന്തിക ഇന്ന് വരെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കേയില്ല. അല്ല മാഡം, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അതെന്താ? ശരിക്കും ഒന്ന് പിടിമുറുക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വന്നേനെ. അർച്ചന ആരാണെന്ന് എല്ലാവരോടും മാഡം തുറന്നു പറയുമെന്ന് ഗോകുൽ സാറിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിൽ അയാൾ മാഡം പറയുന്നിടത്ത് നിന്നേനെ. ഏത് റിപ്പോർട്ടും മാഡത്തിന് അനുകൂലമായി എഴുതുകയും ചെയ്യുമായിരുന്നു. മൂർത്തി പറയുന്നത് കാര്യമാ. പക്ഷെ അങ്ങനെ ഭീഷണിക്ക് വഴങ്ങുന്ന ആളല്ല ഗോകുൽ. എന്തു പ്രശ്നവും നേരിടാനുള്ള ധൈര്യം അയക്കുണ്ട്. ഭീഷണി കൊണ്ടല്ല, തന്ത്രം കൊണ്ട് വേണം ഈ പ്രതിസന്ധി മറികടക്കാൻ. ഞാനിതിൽ മറ്റൊരു സാധ്യതയാ കാണുന്നേ. മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? ഗോകുല് ഒരു നല്ല വക്കീലാണ്, അതുപോലെ നല്ലൊരു മനുഷ്യനുമാണ്. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട അയാളുടെ മനസ്സ് പെട്ടെന്ന് അലിയും. എന്ത് വിട്ടുവീഴ്ചയ്ക്ക് അയാൾ തയ്യാറാവുകയും ചെയ്യും. ഈ കാര്യത്തിൽ അയാൾ അങ്ങനെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നത് ബാധിക്കുന്നത് എന്നെയായിരിക്കും. മാഡം പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. സച്ചിയോട് അലിവ് തോന്നി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അർച്ചനയെ വിട്ടുകൊടുക്കാൻ അയാൾ തീരുമാനിച്ചാൽ അത് ബാധിക്കുന്നത് എന്നെയല്ലേ? അങ്ങനെ വിട്ടുകൊടുക്കാൻ ഗോകുൽ സാർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതമല്ലേ? ജീവിതത്തിൽ ഒരുപാട് എത്തിക്സ് സൂക്ഷിക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട് മൂർത്തി. സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടാലും സത്യസന്ധമായി മാത്രമേ അവർ കാര്യങ്ങൾ ചെയ്യൂ. അതുമാത്രമല്ല, കോടതി മുറിയിൽ നീതിയും ന്യായവും ഇഴകീറി പരിശോധിക്കുന്ന മനസ്സാ ഗോകുലിന്റേത്. തന്റെ കക്ഷിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെ അയാൾ പോവും. ആ മനസ്സ് തന്നെ ആയിരിക്കും അർച്ചനയുടെ കാര്യത്തിൽ അയാൾ കാണിക്കുന്നത്. ഇത്രയും കാലം താൻ അർച്ചനയോട് ചെയ്തത് തെറ്റാണെന്ന് അയാൾക്ക് തോന്നിയാൽ അയാൾ അർച്ചനെ സച്ചിക്ക് വിട്ടുകൊടുക്കും. അല്ല, മാഡം പറഞ്ഞു വെച്ച് നോക്കുമ്പോ അതിനൊരു സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ചു വേണം ഇനി കളിക്കാൻ. അർച്ചന ഒരിക്കലും ഗോകുലിന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോരുത്. ഗോകുൽ സാറിന്റെയും ആ കൊച്ചിന്റെയും ആവശ്യവും ഇത് തന്നെയാണല്ലോ. അവരുടെ മാത്രമല്ല, എന്റെ ആവശ്യം അത് തന്നെയാ. അർച്ചന എന്നും ഗോകുലിന്റെ ലൈഫിൽ തന്നെ ഉണ്ടാവണം. അതിന് ഗോകുലിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് തന്നെയാ നല്ലത്. അവൾ ഒരിക്കലും സച്ചിയിലേക്ക് മടങ്ങിപ്പോരുത്, ഒരിക്കലും. ഗോകുലിന്റെ വീടിന്റെ അടുക്കളയിൽ എരിഞ്ഞു തീരണം അവളുടെ ജന്മം. സച്ചി എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നേ? സന്ദീപിന് നമുക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. സമാധാനത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു വെക്കില്ലേ? മൊഴിമാറ്റി പറയാൻ തീരുമാനിച്ചത് ശരിയാ. അതിന് അവൻ കോടതിയിലെത്തണ്ടേ? സച്ചി എന്താ ഈ പറയുന്നേ? എന്താ സച്ചിയുടെ മനസ്സില്? ദേ സച്ചി, വെറുതെ അബദ്ധമൊന്നും കാണിക്കല്ലേ. വേണമെങ്കിൽ സന്ദീപിനോട് ഞാൻ പോയി സംസാരിക്കാം. അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. കേസ് നമ്മൾ ജയിക്കും. സന്ദീപിനെ കൊണ്ട് നുണ പറയിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം നുണ പറയാൻ അവൻ കോടതിയിലെത്തില്ല. അക്കാര്യം ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സച്ചി, അവിവേകൊന്നും കാണിക്കരുത്. എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ പിന്നെ അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും. വെറുതെ ഇതിന്റെ പേരിൽ തല്ലാനും കൊല്ലാനും നിന്നാ അത് സച്ചിയെ വലിയ അപകടത്തിൽ ചാടിക്കും. നമ്മുടെ ലക്ഷ്യം സന്ദീപ് അല്ലല്ലോ, അർച്ചനയും മോളെയും തിരിച്ചു കിട്ടണം. അതുപോലെ തന്നെ
കോടതിയിൽ കേസ് ജയിച്ച് സ്വത്തുക്കളും തിരിച്ചു കിട്ടണം. നെല്ലിശ്ശേരി വീട് പഴയ നെല്ലിശ്ശേരി ആവണം. അതിനിടയിൽ സന്ദീപിനെ വിട്ടേക്ക്. കോടതിയിൽ സന്ദീപ് എന്ത് കള്ളത്തരം പറഞ്ഞാലും അവനെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഇവിടെ സമനില കൈവിട്ടു പോവാതെ പ്രവർത്തിക്കുക, അതാ സച്ചി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വക്കീലിന് എന്റെ നെഞ്ചി ഇവിടെയൊന്നും മനസ്സിലാവില്ല. എന്താടോ തനിക്ക് എന്നോട് എന്തോ കാര്യമായിട്ട് പറയാനുള്ള പോലെ? ഞാൻ പറയുന്നത് അധികപ്പറ്റാന്ന് വിചാരിക്കില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോട് മുഖവരി എന്തിനാ? തനിക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമില്ലടോ. പിന്നെന്താ? ഇത് കുറച്ച് പണത്തിന്റെ കാര്യ. തനിക്ക് എന്തിനാ ഇപ്പൊ പണം? നമ്മുടെ ഇവിടുത്തെ അമ്പലത്തില് കൊടിമരത്തിന്റെ പണികൾ നടക്കുന്ന കാര്യം ഗൂഗിളിന് അറിയാലോ. എടോ, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഉത്സവത്തിനാ ആ കൊടിമരത്തിന്റെ ഉദ്ഘാടനം. കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന കൊടുത്താ? അതിനെന്താ, കൊടുക്കാലോ. അലമാരിൽ പണം ഇരിപ്പുണ്ട്, തനിക്ക് ആവശ്യമുള്ള പോയി എടുത്തോ. ചെല്ലടോ.